ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനാണ്. ഒരു കാര്യം പറയട്ടെ, ചില സമയങ്ങളിൽ നമുക്ക് അസാധ്യമാണെന്ന് തോന്നിയൊരു കാര്യം പിന്നീട് നമുക്കത് മനസ്സിലായി ഇത് അസാധ്യമൊന്നുമല്ല, സിമ്പിളാണ്. കാരണം അതിന്റെ സൂചന വന്നപ്പോഴേ നമുക്ക് മനസ്സിലായിരുന്നു ഇത് ഇയാൾക്ക് സിമ്പിളാണ്. അതെ, മറ്റു പലർക്കും എല്ലാവർക്കും സിമ്പിൾ അല്ല, ഒരാൾക്ക് സിമ്പിളാണ്. അത് എനിക്ക് മനസ്സിലായിരുന്നു. അങ്ങനെ സൂചന കിട്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുന്നൊരു നിമിഷം ഉണ്ടായിരുന്നു. ആ നിമിഷം എത്തിച്ചേരുമ്പോൾ നമുക്ക് ഒരേ ഒരു കാര്യം ചെയ്യാനുള്ളൂ. എന്താണെന്നറിയോ? ആഘോഷിക്കുക. പിന്നല്ല, ആഘോഷിക്കുക ഉറപ്പായിട്ടും. അങ്ങനെ 200 കോടി. യെസ്, രണ്ടാമത്തെ സിനിമ, 2 മാസത്തിന്റെ ഇടയ്ക്ക് രണ്ടാമത്തെ പടം. അതെ, ഒരു കാര്യം കൂടി പറയണ്ടേ, ഒന്നിൽ നിർത്താൻ ആഘോഷം അതിൽ നിർത്താൻ കരുതിയായിരുന്നു. എനിക്കൊരു വെല്ലുവിളി കൂടി ഉണ്ട്. ഇങ്ങനെ ഒരു കംബാക്ക് ആർക്കുണ്ടടാ? ആർക്കുണ്ട്? ഉണ്ടെങ്കിൽ വെക്കടാ മുന്നക്ക് വെക്ക്. ഇതിന്റെ ഒപ്പത്തിന് വേണ്ട, ഇതിന്റെ തൊട്ട് താഴെ ഒന്ന് വെക്കാൻ പറ്റുമോ? ഇല്ല. ഒരാളുണ്ടെങ്കിൽ അതായത് തുടർച്ചയായിട്ട് 200 കോടി ഒരു മാസം ഗ്യാപ്പിലാണിത്. ഇനി അടുത്ത സിനിമ ഏതാ വരുന്നത്? ഇനി വരാൻ പോകുന്നത് മലയാളത്തിൽ നിന്ന് വരാൻ പോകുന്നത് അത് 200 അടിച്ചാൽ വട്ടച്ചോനെ എന്താ തൂക്കിയില്ലേ. ഇപ്പൊ മോഹൻലാൽ ഫുഡ് എന്ന് പറയുന്നത് ഇപ്പൊ ഏകദേശം കറക്റ്റ് ആയിരിക്കുകയാണ്. അല്ല അങ്ങനെ, പക്ഷെ 2 സിനിമകൾക്ക് മുന്നേ അങ്ങനെ അല്ലായിരുന്നല്ലോ. ആ ഒരു പേര്, അതായത് നമുക്കിങ്ങനെ പറയാൻ പറ്റുന്നൊരു സാഹചര്യം. അതാ പറഞ്ഞ ഇപ്പൊ നമുക്ക് ധൈര്യമായിട്ട് എവിടെ പോയി നിന്നിട്ട് വേണമെങ്കിൽ പറയാം. അതെ, ആരോ എന്നെ മനഃപൂർവ്വം കുറ്റം പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു. നല്ല കടി നോക്ക്. അതല്ലെങ്കിലും നിനക്ക് കുറച്ച് കൂടുതലല്ലേ കടി. ഇവിടെ കാണാനുണ്ടല്ലേ. സോറി. ഓക്കെ, നമ്മള് ആഘോഷത്തിന്റെ തിമിർപ്പില് നമ്മൾ സ്വയം മറന്നുപോയി. ഓക്കെ, എന്താണെങ്കിലും ആഘോഷിക്കണ്ടേ നിങ്ങൾ? അതായത് നമുക്ക് അസാധ്യമായ, അതായത് മലയാള സിനിമയിൽ 200 കോടി തൊട്ടിട്ടില്ലാത്ത ഒരു സാഹചര്യം, അതിലാണ് മഞ്ഞുമൽ ബോയ്സ് വന്നത്. ശേഷം ഒരു നടൻ വരുന്നു, എന്നിട്ട് തുടർച്ചയായിട്ട് 2 സിനിമകൾ അടുപ്പിച്ച് 200 കോടി എഴുതി കിട്ടുന്നു. സംശയത്തിന് ഒരു പഴുതുമില്ലാതെ എഴുതിയിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലരുടെ കാര്യമാണോ? അതാണ് ഇത്. ശരിക്കും മഞ്ഞുമൽ ബോയ്സ് 200 കോടി കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ മനസ്സ് വിചാരിച്ചിരുന്നു ഇനിയിപ്പോ ഇത് കുറച്ച് കാലം അവിടെ കിടക്കുന്നു. പക്ഷെ അധിക കാലം ഒന്നും കിടക്കേണ്ടി വന്നില്ല. സമയമൊന്നും കൊടുത്തിട്ടില്ല. 1 വർഷത്തെ ഗ്യാപ്പ് അല്ലെങ്കിൽ 1.5 വർഷത്തെ ഗ്യാപ്പ്. അതാണ് രാജാവിന് അതും വേറെ ദേഷ്യം വരില്ലേ? അതാണേ, വേറെ ആർക്ക് ഈഗോ ഹേർട്ടായാലും കുഴപ്പമില്ല, രാജാവിന് ഈഗോ ഹേർട്ടായാല് അത് പ്രശ്നം തന്നെയാണ്. പിന്നെ ബാക്കിയുള്ള എല്ലാവരും അതിനായിട്ട് പണിയെടുത്തു. അതാണ്, അതാ ഒരു എന്താ പറയാ, ആ പ്രജകൾക്ക് ഒരു വിഷയം തന്നെയായിരിക്കും. രാജാവിന് ഈഗോ ഹേർട്ടായാലും. അതെ, രാജാവ് ഇറങ്ങി അങ്ങ് തിരിച്ച്, അത്രേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ആളെ രാജാവെന്ന് വിളിക്കുന്നതെന്ന് രാജാവ് വീണ്ടും തെളിയിച്ചു കൊടുത്തു. പക്ഷെ എനിക്ക് രാജാവിനേക്കാളും ഇഷ്ടം ഒറ്റക്കൊമ്പനാണ്. അതൊരു സത്യം. അതിന്റെ ഒരു പവറേ, രാജാവിന്റെ സ്വഭാവം വേറെ, അതായത് വളരെ മോശം സ്വഭാവം ഉണ്ടെങ്കിലും നമുക്ക് രാജാവിനോട് പ്രാധാന്യം തോന്നില്ല. ഒറ്റക്കൊമ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, ഒന്നൊന്നര മുതൽ അത് ശരിക്ക് ആളെ ഇങ്ങനെ കാണിച്ചുകൊണ്ടാട്ടോ ഒറ്റക്കൊമ്പനെ വലിപ്പം ഫീൽ ചെയ്യുന്നത്. സത്യം അല്ലേ? എന്തായാലും ഒറ്റക്കൊമ്പൻ കാട് കയറി 200 കോടി കൊണ്ട് സിമ്പിളായിട്ട് അങ്ങ് തൂക്കിയിട്ടുണ്ട്. 200 കോടി എടുത്ത് തിരിച്ച് കാടിറങ്ങി. അതെ, ആഘോഷരാവാണ്, എല്ലാവരും ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തരുമൂർത്തി ഒറ്റയാൻ എന്ന് തീയുണ്ടിട്ടിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. അത് ഒറ്റയാൻ തന്നെയാണ്, മാറ്റമില്ല. അതെ അതെ. ഓൺലി ഇന്ത്യൻ ആക്ടർ വിത്ത് 200 കോടി ക്ലബ്സ്, ദാറ്റ് ടു വിത്തിൻ 30 ഡേയ്സിലെ ഗ്യാപ്പ് കൊണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ, അതായത് 1 മാസത്തെ ഗ്യാപ്പില് 200 കോടി, അത് മലയാളത്തിൽ നിന്ന്. അതെ. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. സൗത്ത് ഇന്ത്യയില് ബാക്ക് ടു ബാക്ക് 200 അടിച്ചവർ ഒന്ന് വിജയ്, രജനികാന്ത്, പ്രഭാസ്, അല്ലു അർജുൻ, യശ്, പിന്നെ മോഹൻലാൽ. പക്ഷെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 200 കോടി അടിച്ചു എന്നൊക്കെ പറയുന്നത് ഓരോ വർഷം ഗ്യാപ്പിലാണ്. അതെ, വിജയിന്റെ ഒരു സിനിമ വന്നു കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത വർഷമാണ് ഒരു സിനിമ. ഒരു മാസത്തെ ഗ്യാപ്പിനുള്ളിൽ, അതായത് 200 കോടി ആരുമില്ല. അത് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ആളാണ്. അത് അത്രേ ഉള്ളൂ. അത് വേറെ കാര്യം, റെക്കോർഡാണ്, ആദ്യത്തെ വലിയ റെക്കോർഡ്. അതിനുശേഷമുള്ള റെക്കോർഡ് അതായത് ബാക്ക് ടു ബാക്ക് 200 അടിക്കാന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒരു സെഞ്ചുറി അടിച്ചിട്ട് അടുത്തതിൽ ഔട്ടായി പോയി. അടുത്തത്
200 അടിക്കാം. അങ്ങനെയല്ലേ ഇത് തുടർച്ചയായിട്ട് ഒരു സിനിമ വരുന്നു 200 അടിക്കുന്നു, അടുത്ത സിനിമ 200 അടിക്കുന്നു. അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരേ ഉള്ളൂ ഇന്ത്യയിൽ. വിജയ്, രജനീകാന്ത്, പ്രഭാസ്, അല്ലു അർജുൻ, യഷ്. ഇതൊരാളെ കമൻസ് ആട്ടോ ഇതൊക്കെ. ഓക്കെ, ഞാൻ വന്നപ്പോൾ മുതൽ എല്ലാ അത് നമുക്ക് ആവശ്യമല്ല. ഇത് നമ്മുടെ ഐഡന്റിറ്റിയിലുള്ളതല്ല, നമ്മുടെ സിനിമയിലുള്ള ഇത് നമുക്ക് നമ്മളത് മതി. നമ്മൾ തന്നെ ഉണ്ടല്ലോ. മോഹൻലാൽ തുടരും, മാസ്. വാര്യർ പറയും പോലെ ഇത് അയാളുടെ കാര്യമല്ലേ, അയാളുടെ കാലം തന്നെയാണ്. അത് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ സിനിമയിൽ ഒരു മാസത്തിനുള്ളിൽ തുടർച്ചയായി 2 സിനിമകൾ 200 കോടി ക്ലബിൽ കയറി ആദ്യ ഒരേ ഒരു നായക നടൻ, മലയാളത്തിന്റെ ഒറ്റക്കൊമ്പൻ മോഹൻലാൽ. എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ കിഴി എപ്പിസോഡിന്റെ മുമ്പത്തെ കിഴി എപ്പിസോഡിന്റെ ക്യാപ്ഷൻ? ബ്രില്യൻസ് നീ ശ്രദ്ധിച്ചില്ല? അത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. തുടരും, രാജാവിന്റെ രാജവാഴ്ച തുടരും, അപ്പുറത്ത് തുടരും എന്നുള്ള എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ചെക്കന്മാര് പൊളി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. താങ്ക് യു 200 കോടി അടിക്കും എന്ന് പറഞ്ഞാൽ അടിച്ചു. 200 കഴിഞ്ഞിട്ടില്ല, 200 ഒന്നും കഴിഞ്ഞിട്ടില്ല രാമാന്ന്. അതാണ് സിനിമ വരുന്നു, നമ്മൾ വീണ്ടും ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ നമ്മളിവിടെ പറയുമ്പോഴും അവിടെ ഹൗസ്ഫുൾ ആയിട്ട് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നോക്കേണ്ട കാര്യം. അതായത് അത്യാവശ്യം നല്ല പോസിറ്റീവായിട്ടുള്ള അഭിപ്രായം വന്ന സിനിമകൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ടും ഇതിനൊരു കുലുക്കല്ല. അങ്ങനെ പെട്ടെന്നൊന്നും കുലുങ്ങൂല. മറ്റുള്ളവർ കുലുങ്ങലേ ഉള്ളൂ. പേടിക്കണം മറ്റുള്ളവർ. ഓരോ പാദം വെക്കുമ്പോഴും മറ്റുള്ളവർക്കായിരിക്കും നെഞ്ചിടിപ്പ്. അതായത് അവരും അതേ വലുപ്പത്തില് കാലെടുത്ത് പിന്നോട്ട് വെക്കും. അതാണ്. ഓക്കെ, ലോ ഹൈപ്പ്, ലോ പ്രൊമോഷൻ, ലോ ബഡ്ജറ്റ്, നോ മൾട്ടി സ്റ്റാർ, നോ പാൻ ഇന്ത്യൻ മൂവി, നോ റെക്കോർഡ് റിലീസ് ആൻഡ് ഷോസ്, നോ ബ്രാൻഡ് ഡയറക്ടർ, IPL സീസണാണ്, ഇന്ത്യ പാകിസ്ഥാൻ വാറുണ്ട്. ഇതൊക്കെ ഇല്ലാതെയും പലതിനെയും തരണം ചെയ്തും തുടരും. 200 കോടി കടന്നു മലയാളത്തിന്റെ മോഹൻലാൽ തുടരും. വലിയൊരു സാധനമുണ്ടോ? അത് ഭയങ്കര രസമായിട്ടത് മനസ്സിലായിരുന്നാവോ? ആവശ്യം അത് വായിക്കേണ്ടത് ഭയങ്കര രസത്തിൽ വായിക്കണം, ഒരു വൈബിൽ വായിക്കണം. ത്രില്ലിൽ തരും കേട്ടോ. അല്ല പിന്നെ ലോ ഹൈപ്പ്, ലോ പ്രൊമോഷൻ, ലോ ബഡ്ജറ്റ്, നോ മൾട്ടി സ്റ്റാർ, നോ പാൻ ഇന്ത്യൻ മൂവി, നോ റെക്കോർഡ് റിലീസ് ആൻഡ് ഷോസ്, നോ ബ്രാൻഡ് ഡയറക്ടർ, IPL സീസൺ, ഇന്ത്യ പാകിസ്ഥാൻ വാർ. ഇതൊക്കെ ഇല്ലാതെയും പലതിനെയും തരണം ചെയ്തും തുടരും. 200 കോടി കടന്നു മലയാളത്തിന്റെ മോഹൻലാൽ തുടരും. വൈബുണ്ട്, പക്ഷെ അഹങ്കാരം രസം. മാസിനേക്കാൾ രസം അതൊരു സത്യം. അല്ലല്ലേ? നിങ്ങളിപ്പോ നമുക്ക് ഇപ്പോഴല്ല അഹങ്കരിക്കേണ്ടത്. അഹങ്കരിക്കും. ഈ ഓവറായിട്ട് അഹങ്കരിക്കുമ്പോ എന്താ പ്രശ്നം? അല്ല, കിട്ടിയതല്ലേ, കുറച്ചു കാലം വാങ്ങിയതല്ലേ, അന്ന് തല കുനിച്ച് നടന്നതല്ലേ. ഇപ്പൊ കുറച്ച് അഹങ്കരിക്കണം, തല ഉയർത്തി നടക്കി. പണ്ട് നമ്മള് അർജന്റീന വേൾഡ് കപ്പ് അടിച്ചപ്പോ ചെയ്ത പരിപാടിയാണ് ചെയ്യേണ്ടത് ശരിക്ക്. അതായത് തലയിൽ കുനിച്ച് നിന്ന സമയത്ത് കപ്പ അടിച്ചു കഴിഞ്ഞപ്പോണ്ടല്ലോ പത്തിങ് നോക്കിന്ന് പറഞ്ഞില്ലേ. എതിരാളികൾക്ക് പോലും എത്തിപ്പെടാത്ത റെക്കോർഡിലാക്കിയല്ലോ ലാലേട്ടാ നമിച്ചെന്ന്. അതൊരു സത്യം കേട്ടോ. അതായത് മത്സരിക്കാരേ, നമുക്ക് സാധ്യമാണോ അല്ലെങ്കിൽ അസാധ്യമായത് നമുക്ക് വേണമെങ്കിൽ കണ്ണെത്താ ദൂരത്തുണ്ടെങ്കിൽ നമുക്കൊന്ന് പരിശ്രമിക്കാം, നോക്കാം എന്നുള്ളൊരു മൈൻഡ് വരും. ഇത് പരിശ്രമിക്കാൻ ആരും തയ്യാറപ്പെടില്ല, കാരണം അടുത്തൊന്നുമില്ല, കാണാൻ പോലും ഇല്ല, കണ്ടില്ല, അതിലേക്ക് അങ്ങനെ എത്തൂല. അതാണ് അത് അങ്ങേർക്കുള്ള കഴിവാ. എൻ്റെ ലവ് ചിഹ്നം ഉണ്ടായിരുന്നല്ലോ ഇവിടെ, ആരും ലൈക്ക് അടിച്ചില്ല. വാര്യർ പറയുമ്പോലെ ഇത് അയാളുടെ കാലമല്ലേ, ഇത് വേറെ കമന്റ്, അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ച് വരുന്നുണ്ട് കേട്ടോ. ആദ്യം മുതൽ തന്നെ വരുന്നുണ്ടല്ലേ. ഓക്കെ, എന്താണെങ്കിലും തുടരും, ആഘോഷമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അഹങ്കാരം തുടരും തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.